ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക ആരോപണത്തിൽ ദുരൂഹതയേറുന്നു. സർപ്രൈസ് സ്പോട്ടിൽ നിന്നും കണ്ടെത്തിയത് നിരവധി മൃതദേഹാവശിഷ്ടങ്ങളാണ്. ഇതുവരെ ഒരു പൂർണ്ണ അസ്ഥികൂടവും 60 അസ്ഥിഭാഗങ്ങളും കണ്ടെത്തി. അതോടൊപ്പം സ്ത്രീകളുടെ വസ്ത്രങ്ങളും ലഭിച്ചു. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ അപ്രതീക്ഷിതമായി ഉള്ള ഈ സർപ്രൈസ് സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ ഇതുവരെ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം എന്താണ്? DNA പരിശോധനയും ഫോറൻസിക് പരിശോധനയും എല്ലാം പൂർത്തിയായിട്ടുണ്ടോ? അതുല്യ, ഇന്നലെ 11ാമത്തെ സ്പോട്ടിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി സർപ്രൈസ് സ്പോട്ടിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ അടക്കം കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് ഇവിടെ നടത്തിയ പരിശോധനയിൽ നിരവധി മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലൊരു പൂർണ്ണ അസ്ഥികൂടവും നിരവധി അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. 60ഓളം അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതായി ഇപ്പോൾ ഫോറൻസിക് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് വിദഗ്ധ പരിശോധനയ്ക്കായി ബംഗളൂരുവിലേക്ക് അയച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ ഈ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോൾ സ്ത്രീയുടെ അടക്കം വസ്ത്രങ്ങളും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളിയുടെ വാക്കിപ്പോൾ 100% ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ സംസാരിക്കുന്നത്. എന്തായാലും 60 അസ്ഥിഭാഗങ്ങളും ഒരു പൂർണ്ണ അസ്ഥികൂടവുമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒന്നിലധികം തലയോട്ടിയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും SIT സംഘം അനൌദ്യോഗികമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടു കൂടി ഈ കാര്യങ്ങളിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് പ്രധാനമായും ഈ സ്പോട്ട്, സർപ്രൈസ് സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ഉണ്ടാവുക. ഈ ഭാഗത്ത് നിന്ന് നിർണായകമായ മറ്റ് തെളിവുകൾ കൂടി ലഭിക്കുമോ എന്നുള്ളൊരു പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ പകുതി വഴിയിൽ നിർത്തിയിരുന്ന 11, 12, 13 സ്പോട്ടുകളെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഭാഗത്ത് പരിശോധന നടത്തുമോ, അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി ഇന്നലെ ചെയ്തതുപോലെ മറ്റേതെങ്കിലും സർപ്രൈസ് സ്പോട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. സ്നാനഘട്ടയ്ക്ക് സമീപമായി ദേശീയപാതയിൽ നിന്ന് 100 മീറ്റർ അകലെ ബംഗ്ലാ കുന്നിലാണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അല്പം ഉയരം കൂടിയൊരു സ്ഥലമാണ്, 100 അടി ഉയരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ അല്പം പ്രയാസമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ ഈ ഭാഗത്തേക്ക് കയറിയ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും അടക്കം വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഭാഗത്തെ ഈ ചില കാഴ്ചകൾ കണ്ട് ചിലർ ബോധരഹിതരായി എന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടക റിസർവ് ബറ്റാലിയനിലെ നിരവധി പോലീസുകാരെ ഇതിനോടകം തന്നെ ഈ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് 4ഓളം പുതിയ കേസുകളും ധർമ്മസ്ഥല പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ കാലങ്ങളിൽ കാണാതായ പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ്, ബന്ധുക്കളുമാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് ധർമ്മസ്ഥല പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ കേസ് ഇപ്പോൾ SIT സംഘം ഏറ്റെടുത്തിട്ടില്ല. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ആ കേസ് കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയാണ് നാം മുന്നിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ SIT സംഘം വിപുലീകരിക്കുന്നതുമായിട്ടുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 20 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേസിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ച് സംഘം വിപുലീകരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ SIT അംഗത്തെ ഈ അന്വേഷണത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒഴിവിലും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ അന്വേഷണ സംഘത്തെ കൂടുതലായി വിപുലീകരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇന്നലെ കണ്ടെത്തിയത് നിർണായക വിവരങ്ങളാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ, ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിലൊരു പൂർണ്ണ അസ്ഥികൂടവും 60 അസ്ഥിഭാഗങ്ങളും കണ്ടെടുത്തു. മാത്രമല്ല, സ്ത്രീകളുടേത് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും കണ്ടെടുത്തവയിൽ വിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കണ്ടെടുത്തിട്ടുള്ള എല്ലാ അസ്ഥികളും വിദഗ്ധ പരിശോധനയ്ക്കായി ഇപ്പോൾ ബംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ഇയാളുടെ പ്രായം, ലിംഗം, മരണകാരണം എന്നിവ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.
ജോസഫ്, ധർമ്മസ്ഥലയിൽ നിന്ന് ജോസഫ് നൽകുന്നത് എന്തായാലും കൂടുതൽ ദുരൂഹതകളിലേക്ക് തന്നെയാണ് ഈ കേസ് പോകുന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുതിയ 4 കേസുകൾ കൂടി ധർമ്മസ്ഥലയിലെ പെൺകുട്ടികളുടെ തിരോധാനവും അതുപോലെ തന്നെ കൂട്ടക്കൊലപാതക ആരോപണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദിവസങ്ങൾ പോകുന്തോറും കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.